ഇനിയിപ്പം മാമ്പഴക്കാലം വരാൻ പോവുകയാണ്. ഇപ്പം എല്ലാവരും കൊതിയോടെ നോക്കി മാമ്പഴം ഭക്ഷിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നോക്കി നിൽക്കെ തന്നെ എല്ലാം പുഴുത്തു വീഴുന്നു. ദിവസങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോഴെല്ലാം പഴുത്തും അഴുകിയൊക്കെ പോകും. വളരെ കുറച്ച് മാത്രമേ നമുക്ക് കഴിക്കാൻ കിട്ടത്തുള്ളൂ. എത്ര രുചിയേറിയ മാമ്പഴം ആണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതിന് കാരണം നിങ്ങൾക്കറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. മാങ്ങ ചെത്തി നോക്കുമ്പോഴാണ് മാങ്ങയുടെ ഉള്ളിൽ നിറയെ പുഴുക്കളിരിക്കുന്നത് കാണുന്നത്. പുഴു തിന്നാത്ത ഏതെങ്കിലും ബാക്കി ഭാഗം ഉണ്ടെങ്കിലും തിന്നാൻ മനസ്സ് വരത്തില്ല. ചിലർ കേടുവന്ന ഭാഗം ഒഴിച്ച് ബാക്കി തിന്നും. കളയാൻ പറ്റത്തില്ലല്ലോ. പഴങ്ങളുടെ രാജാവെന്നല്ലേ മാമ്പഴത്തെ അറിയുന്നത്. എത്ര തിന്നാലും ഒരു കുഴപ്പമില്ലാത്ത ഈ മാമ്പഴത്തെ ആക്രമിച്ച് കേടുവരുത്തുന്നത് പഴയച്ചയാണ്. അത് എങ്ങനെയാണ് മാങ്ങകളിൽ മുട്ടയിടുന്നതെന്ന് ഞാൻ കാണുകയുണ്ടായി. ആ വീഡിയോ ആണ് ഞാൻ നിങ്ങളെയും കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധാപൂർവം നോക്കി കാണുക. അതുപോലെ തന്നെ എങ്ങനെ ഇവയെ നിയന്ത്രിക്കാമെന്നുള്ള കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. സെറാറ്റൈറ്റിസ് കോസൈറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പഴയച്ചകൾ അല്ലെങ്കിൽ ഓറിയൻ്റൽ ഈച്ചകളാണ് പ്രധാനമായും മാങ്ങയെ ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട കീടങ്ങൾ. മാമ്പഴത്തിൻ്റെ നിറവും മണവും അതിന് കാരണമായ ചില രാസവസ്തുക്കളൊക്കെ ഉണ്ട്. അതാണ് പഴയച്ചകളെ ആകർഷിക്കുന്നത്. പ്രായപൂർത്തിയായ പെണ്ണീച്ചകൾ അവയുടെ ശരീരത്തിൻ്റെ പിന്നറ്റത്തുള്ള നീളമുള്ളതും മൂർച്ചയുള്ളതുമായ ഓവിപ്പോസിറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് മൃദുവായ തൊലി തുളച്ച് മുട്ടയിടുന്നത്. പഴയച്ച മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് നിങ്ങൾ കാണുന്നത്. അത് കുറച്ച് നേരം നോക്കിയിരിക്കുക. അപ്പോൾ അതിൻ്റെ പിന്നറ്റത്തുള്ള ആ ഓവിപ്പോസിറ്റർ ഇപ്പോൾ മാങ്ങയ്ക്കകത്ത് തുളച്ച് കയറിയിരിക്കുകയാണ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുറത്തെടുക്കുന്നതും കാണാൻ പറ്റും. മാങ്ങകൾ പഴുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മുട്ടകൾ വിരിഞ്ഞ് പുഴുക്കളുണ്ടാകും. ഇവ മാങ്ങയുടെ മാംസളമായ ഭാഗം തിന്നാണ് വളരുന്നത്. അതുവഴി പഴങ്ങളിൽ തുരങ്കങ്ങളും അറകളും ഉണ്ടാകും. അത് നമ്മൾ മാങ്ങ ചെത്തി നോക്കുമ്പോൾ കാണാവുന്നതാണ്. ഇതിൻ്റെ ഫലമായി മാങ്ങയ്ക്ക് നിറവ്യത്യാസം ഉണ്ടാകുകയും കൂടുതൽ മൃദുവായി അഴുകിപ്പോവുകയും ചെയ്യും. മാങ്ങയുടെ പുറത്തും അഴുകിയ പാടുകൾ കാണപ്പെടും. ഇതിൽ നിന്ന് ഒരു ദ്രാവകം ഒലിച്ചിറങ്ങുകയും ചെയ്യും. ചിലപ്പോൾ പുഴുക്കൾ തന്നെ പുറത്തേക്ക് വരുന്നതും നമുക്ക് കാണാം. ഈ അവസ്ഥയിൽ മാങ്ങകൾ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങും. ഈ പ്രാണികളെ പ്രതിരോധിക്കാൻ പല മാർഗങ്ങളുണ്ടെങ്കിലും പൂർണ്ണമായി നശിപ്പിക്കാൻ സാധ്യമല്ല. അഴുകി വീഴുന്ന പഴങ്ങൾ ദിവസവും ശേഖരിച്ച് നശിപ്പിക്കുക. അതിനകത്തിരിക്കുന്ന പുഴുക്കൾ ചാകുന്ന രീതിയിലാണ് നശിപ്പിക്കേണ്ടത്. അതിനായിട്ട് തിളപ്പിച്ച വെള്ളത്തിലിടുകയോ ഉപ്പ് വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയോ ചെയ്യണം. അതായത് പ്രാണികൾ മുട്ട വിരിഞ്ഞ് പ്രാണികൾ ഉണ്ടായി പുറത്ത് വരരുത്. അതുവഴി അവയുടെ വംശവർദ്ധനവ് നമുക്ക് തടയാൻ പറ്റും. പിന്നെ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഒരു മാങ്ങയുടെ അല്ലെങ്കിൽ മാവിൽ കെണികൾ കെട്ടിയിട്ട് അവയെ പിടിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഉപയോഗിക്കുന്നത് മീഥൈൽ യൂജിനോൾ എന്ന ഫിറോമോണാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കുറച്ച് നശിപ്പിക്കാൻ കഴിയും. പിന്നെ കൂടാതെ പല കീടനാശിനികളും ലഭ്യമാണ്. അവ തളിച്ചും നമുക്കിവിടെ ആക്രമണം കുറച്ചൊക്കെ തടയാൻ പറ്റും. അതുപോലെ വേപ്പെണ്ണയും സൂര്യകാന്തി എണ്ണയും സ്പ്രേ ചെയ്തും ആക്രമണം തടയാം. ഇതൊരു പരിധിവരെ സഹായകമാകും. മാങ്ങകൾക്ക് കൂടൊരുക്കി നമുക്ക് പ്രതിരോധിക്കാം. അതായത് നമ്മൾ മാങ്ങ പൊതിഞ്ഞ് കെട്ടുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂടിട്ട് കെട്ടി വയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രാണികൾ വന്ന് അതിൽ പറ്റി മുട്ടയിടാതിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റും. അടുത്തിരുന്ന ഇതേപോലെ കേടുവന്ന മറ്റു മാങ്ങയിലും പോയി അവ മുട്ടയിടുകയാണ്. അപ്പോൾ ഇത് ഒരു സമയത്ത് ഫുള്ള് മുട്ട ഇടില്ലായിരിക്കും, പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അടുത്തതിലേക്ക് മുട്ടയിടാനുള്ള മുട്ടകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിവില്ല. ഇപ്പോൾ കണ്ട കാഴ്ച മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒന്നിലധികം തവണ ഒരേ സമയം ഒന്നിലധികം തവണ ആക്കി മുട്ടയിടാൻ പറ്റുമായിരിക്കും. പ്ലാസ്റ്റിക് കവറോ പേപ്പർ ബാഗോ ഇട്ട് പൊതിഞ്ഞാൽ ഇതേപോലെ ഈച്ചകൾ വന്ന് പറ്റാതിരിക്കുകയും ആ മാങ്ങയെ നമുക്ക് പുഴുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യാം. മാവിന് ചുറ്റുമോ അല്ലെങ്കിൽ മാവ് നിൽക്കുന്ന സമീപ പ്രദേശങ്ങളിലോ പച്ചക്കറി കൃഷി കൂടെ ചെയ്യുക. അപ്പോൾ കുറച്ച് പ്രാണികൾ അങ്ങോട്ട് പോകും. അങ്ങനെ ഇവിടെ ആക്രമണം കുറയ്ക്കാൻ പറ്റും. അതുപോലെ പഴയീച്ചകളുടെ പോപ്പുലേഷൻ കുറഞ്ഞിരിക്കുന്ന സമയത്ത് വേണം വിളവെടുക്കാൻ. അതായത് മാങ്ങകൾ ഒരുവിധം പാകമാകുമ്പോൾ തന്നെ വിളവെടുക്കുക. അല്ലാതെ ഫുള്ളായിട്ട് പഴുക്കുന്നവരെ നമ്മൾ കാത്തു നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ ഈ പഴയീച്ചകളുടെ ആക്രമണം ഉണ്ടാവുകയും എല്ലാം പുഴുത്തു പോകുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വിളവെടുക്കുന്ന മാങ്ങകൾ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുക. അല്ലെങ്കിൽ പറിച്ച ഉടനെ തന്നെ ചെറിയ ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ കുറച്ച് സമയം മുക്കി വെച്ചിരിക്കുക.
അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള മുട്ടകൾ വിരിയാതിരിക്കുകയോ അല്ലെങ്കിൽ വിരിഞ്ഞ മുട്ടകളുണ്ടെങ്കിൽ പുഴുക്കൾ നശിച്ചു പോവുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് മാങ്ങകൾ സൂക്ഷിക്കാനുള്ളത്. പക്ഷേ നാം കടകളിൽ നിന്നും വാങ്ങിക്കൊണ്ട് വരുന്ന മാങ്ങയ്ക്കകത്ത് പുഴുക്കൾ ഉണ്ടാകുകയില്ല. കാരണം അത് പാകമാകുന്നതിന് മുൻപ് തന്നെ കാർബൈഡ് എന്ന കെമിക്കൽ കുത്തിവെച്ച് പഴുപ്പിക്കുന്നതാണ്. അപ്പം അത് കഴിക്കാൻ ഒട്ടും സുരക്ഷിതമല്ല. അല്പം പുഴുത്ത മാങ്ങ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കഴിച്ചാലും ആരോഗ്യത്തിന് നല്ലതാണ്. യാതൊരു കാരണവശാലും കടയിൽ നിന്ന് വാങ്ങുന്ന കാർബൈഡ് കുത്തിവെച്ച മാങ്ങ വാങ്ങി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്.